വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെൻ ഡയഗ്രാം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്? സെറ്റ്സിന്റെ റിലേഷൻസ് അല്ലെങ്കിൽ സെറ്റ്സ് തമ്മിലുള്ള യൂണിയൻ, ഇന്റർസെക്ഷൻ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. First one, operations on sets. Adile union of sets. The union of two sets A and B denoted by A union B is the set of all those elements which are either in A or in B or in both A and B. അപ്പോൾ ഇവിടെ നമുക്കറിയാം വെൻ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിലെന്താ തന്നിരിക്കുന്നത്? ഒരു യൂണിവേഴ്സൽ സെറ്റ്. യു എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ എലമെന്റ്സ്. അതാണ് യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്. അതിൽ രണ്ട് സെറ്റ്സ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്, ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമുക്കറിയാം ഒരു റെക്ടാംഗുലർ ഷേപ്പിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് അതർ സെറ്റ്സ് ആർ റെപ്രസെന്റഡ് ആസ് സർക്കിൾ. നമ്മൾ രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ആ എ ആൻഡ് ബി തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ യൂണിയൻ എന്ന് പറയുന്നത് എന്താ? ഷെയ്ഡഡ് റീജിയൻ ശ്രദ്ധിക്കുക. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എല്ലാം പോർഷൻസ് ഓഫ് all the portions of A and B included ആണ് അല്ലെ? ഇപ്പൊ യൂണിയൻ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് all those elements which are either in A or in B or in both A and B. എയില് അല്ലെങ്കിൽ ബിയിൽ മാത്രം അല്ലെങ്കിൽ രണ്ടിൽ കൂടിയിട്ടുള്ളത്, അങ്ങനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ലോസ്, ഇമ്പോർട്ടന്റ് ലോസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് യൂണിയൻ ഓഫ് സെറ്റ്സ്. ഫോർ എനി ത്രീ സെറ്റ്സ് A and B, A, B and C, we have first ലോ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത് എന്താ? എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എ. ഫൈ എന്താ? നൾ അല്ലെ? അപ്പൊ എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എ. അതായത് എ ഓർ നൾ എലമെന്റ്. നള്ളൊന്നുമില്ല, എലമെന്റ്സ് ഒന്നുമേ ഇല്ല. അപ്പൊ അതിന്റെ യൂണിയൻ എന്തായിരിക്കും? നമ്മൾ ഏതാണ് സെറ്റ് കൺസിഡർ ചെയ്യണേ ആ സെറ്റിലത്തെ എലമെന്റ്സ് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എ. ഇതാണ് ഐഡന്റിറ്റി ലോ. സെക്കൻഡ് വൺ, യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോ പറയുന്നത് യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. യൂണിയൻ എ ഇസ് ഈക്വൽ ടു യു. അറിയാം യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, അതിൽ എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡഡ് ആണ് അല്ലെ? അതിലത്തെ ഒരു സബ്സെറ്റ് മാത്രമാണ് എ എന്ന് പറയുന്നത്. അപ്പൊ യു യൂണിയൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഐഡംപൊട്ടന്റ് ലോ. ഇതില് എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ. അതായത് സെയിം സെറ്റ് തന്നെ യൂണിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെയിം സെറ്റ് തന്നെ കിട്ടും. എ യൂണിയൻ എ ഓർ ബി യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി, അങ്ങനെയും പറയാം. നെക്സ്റ്റ് വൺ, കമ്മ്യൂട്ടേറ്റീവ് ലോ. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ യൂണിയൻ ബി എന്ന്, അതായത് നമുക്ക് ഓർഡർ ഇപ്പോൾ റിവേഴ്സ് ചെയ്താലും സെയിം തന്നെയാണ്. എ യൂണിയൻ ബി, അതായത് എലമെന്റ്സ് ഇൻ എ ഓർ എലമെന്റ്സ് ബി ഇസ് equivalent to elements in B or elements in A. അപ്പൊ അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ലാസ്റ്റ് വൺ, അസോസിയേറ്റീവ് ലോ. അതിലെന്താ കൊടുത്തിരിക്കുന്നത്? എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു, അതായത് മൂന്ന് സെറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ആദ്യം രണ്ട് സെറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് തേർഡ് സെറ്റ് ദാറ്റ് ഇസ് ഈക്വലന്റ് ടു ഫസ്റ്റ് സെറ്റ് യൂണിയൻ ദ അതർ ടു സെറ്റ്സ്. നെക്സ്റ്റ് ആണ്. അപ്പൊ അതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എയിലത്തെ എലമെന്റ്സ് അല്ലെങ്കിൽ ബിയിലത്തെ എലമെന്റ്സ് അല്ലെങ്കിൽ എ ആൻഡ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ദാറ്റ് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി, ദാറ്റ് ഇസ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർസെക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ്സ് ഇൻ എയും എലമെന്റ്സ് ഇൻ ബിയും രണ്ടിനും കോമൺ ആയിട്ടുള്ളത് മാത്രമാണ് ഇന്റർസെക്ഷനിൽ വരിക. യൂണിയനിൽ നമുക്ക് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് പറഞ്ഞു. ഇന്റർസെക്ഷനിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. നമ്മൾ വെൻ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലോസ് ഓഫ് യൂണിയൻ ഓഫ് സെറ്റ്സ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ലോസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. അതിൽ സെയിം ഫസ്റ്റ് നോക്കി അറിയാം, ഐഡന്റിറ്റി ലോ, യൂണിവേഴ്സൽ ലോ, ഐഡംപൊട്ടന്റ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ. ലാസ്റ്റ് രണ്ടെണ്ണം അത് എക്സ്ട്രാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഫസ്റ്റ് വൺ ഐഡന്റിറ്റി ലോ നിങ്ങൾക്ക് കണ്ടത് തന്നെ മനസ്സിലാവും. നൾ സെറ്റ് വെച്ചിട്ട് നമ്മൾ പറയണം എ ഇന്റർസെക്ഷൻ നൾ ഇസ് ഈക്വൽ ടു എന്താ? സെയിം സെറ്റ് തന്നെ കിട്ടും എ.
നെക്സ്റ്റ് വൺ യൂണിവേഴ്സൽ ലോ, യൂണിവേഴ്സൽ സെറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ യു ഇന്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു യു. തേർഡ് വൺ ഐഡംപൊട്ടൻറ് ലോ, എ ഇന്റർസെക്ഷൻ, ആ സെയിം സെറ്റ് തന്നെ നമ്മൾ ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എന്താ സെയിം സെറ്റ് തന്നെ കിട്ടും എ. നെക്സ്റ്റ് രണ്ട് സെറ്റ്സ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ നമ്മൾ എ ആൻഡ് ബി ഓർഡർ ചേഞ്ച് ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അസോസിയേറ്റീവ് ലോ ഇന്റർസെക്ഷൻസ് നമുക്ക് ഇതേപോലെ ഓർഡേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ ഇത് സെയിം കോമൺ ആണ്, രണ്ടിനും യൂണിയൻ ആയ ഇന്റർസെക്ഷൻ. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ലാസ്റ്റ് രണ്ടെണ്ണം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് നമുക്കപ്പോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഇന്റർസെക്ഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓവർ യൂണിയൻ. അതുകൊണ്ടാണ് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെ ഇന്റർസെക്ഷൻ കണ്ടിട്ട് ഫൈനലി യൂണിയൻ കണ്ടുപിടിക്കും. അതേപോലെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി, അതായത് യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ intersection. Next topic, difference of sets. For two sets A and B, the difference A minus B is the set of all those elements of A which do not belong to B. So, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് elements of A that does not belong to B. അതാണ് A minus B എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? A minus B is equal to A intersection B complement. ഈ B dash നമ്മൾ പല രീതിയിൽ പറയാം, ബി ഡാഷ് എന്ന് പറയാം, ബി കോംപ്ലിമെന്റ് എന്ന് പറയാം. ഓക്കെ, ബി സി എന്നും സ്മോൾ ലെറ്റർ സി എന്നും നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതായത് ഇവിടെ ഷെയ്ഡഡ് റീജിയൻ ശ്രദ്ധിക്കുക. വെൻ ഡയഗ്രത്തിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ, ദ സെറ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ദെയർ ഇൻ ബി. ഇപ്പൊ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്, അതായത് എയിലുള്ള എലമെന്റ്സ് ബട്ട് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ ഇന്റർസെക്ഷൻ പോർഷൻ അവോയ്ഡ് ചെയ്യണം. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൻ. നെക്സ്റ്റ് വൺ, സിമെട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇറ്റ് ഈസ് ദ സെറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഡിനോട്ടഡ് ബൈ എ ഡെൽറ്റ ബി. അപ്പൊ നമ്മൾ സിമെട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് വന്ന് രണ്ട് സെറ്റ്സ് നമ്മൾ സിമെട്രിക് ഡിഫറൻസ് എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക, എ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ്. രണ്ട് ഡിഫറൻസ് നമ്മളിപ്പോ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് പഠിച്ചു. എ മൈനസ് ബി എന്താണ്, എയിലുള്ളത് ബിയിൽ ഇല്ലാത്തത്. അതേപോലെ ബി മൈനസ് എ എന്താണ്, എലമെന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഓൾറെഡി എ മൈനസ് ബി പോർഷൻ നമ്മൾ പ്രീവിയസ് വെൻ ഡയഗ്രത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബി മൈനസ് എ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഫേസ് അല്ലെ. അപ്പൊ ഇത് രണ്ടും, ഈ രണ്ട് ഷെയ്ഡഡ് റീജിയൻസ് ശ്രദ്ധിക്കുക. അതാണ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അടുത്ത ടോപ്പിക്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. Let A be a proper subset of U, that is A subset of U. Then complement of A with respect to U is the set of elements that belong to U but not present in A, denoted by A complement or A dash. അപ്പൊ നമുക്കറിയാം A complement എന്ന് പറയുന്നത് യൂണിവേഴ്സലിലുള്ള സെറ്റ് ഓഫ് എലിമെന്റ്സ് ആയിരിക്കും. പക്ഷെ അത് എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കാൻ പാടില്ല, എയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാൻ പാടില്ല. നമ്മൾ വെൻ ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, റെക്ടാങ്കുലർ പോർഷൻ ആണ് യൂണിവേഴ്സൽ സെറ്റ്. അതിലെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് എ. ഇനി എ ഡാഷ് എന്തായിരിക്കും, എ അല്ലാത്ത എല്ലാ എലമെന്റ്സും, എയിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ബാക്കി എല്ലാം, അതായത് എയിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും യുവിലുള്ളത്, അതൊക്കെ എന്തായിരിക്കും, എ ഡാഷ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ എ ഡാഷ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിന്റെ എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും, അതിൽ ഇല്ലാത്ത എലമെന്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്, ഫസ്റ്റ് വൺ, ഫോർ എവറി എ there exists a unique set A with respect to U. നമുക്കറിയാം എ എന്ന് പറയുന്ന സെറ്റിന് എപ്പോഴും ഒരു യൂണിക് സെറ്റ്, യൂണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ടുള്ള സ്പെസിഫിക്കലി. അപ്പോൾ യൂണിക് സെറ്റ് എ വിത്ത് റെസ്പെക്ട് ടു യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. നമുക്കറിയാം എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും, 5. കാരണം എയും എ ഇന്റർസെക്ഷനും എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 ആയിരിക്കും. കാരണം എന്താ,
എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ്. അപ്പൊ ഇത് രണ്ടിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇന്റർസെക്ഷൻ നള്ളായിരിക്കും. നെക്സ്റ്റ് വൺ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഡി മോർഗൻസ് ഫസ്റ്റ് ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡി മോർഗൻസ് ടു ലോസ് നമ്മൾ പഠിച്ചിരിക്കുക. അതായത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് കോംപ്ലിമെന്റ് ഫുൾ ആയിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ പക്ഷെ അത് വരുന്നത് യൂണിയൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇന്റർസെക്ഷൻ ആയിട്ട് മാറും. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ. യൂണിയൻ എന്നത് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഡി മോർഗൻസ് ഫസ്റ്റ് ലോ. ഈ ഡി മോർഗൻസ് സെക്കൻഡ് ലോ എന്താ പറയുന്നത്? എ ഇന്റർസെക്ഷൻ യൂണിയന് പകരം ഇന്റർസെക്ഷൻ വന്നു. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഡി മോർഗൻസ് സെക്കൻഡ് ലോ. പ്രോബ്ലംസിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ ഫൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു. ഫൈ എന്ന് പറയുന്നത് എന്താ? നൾ. നള്ളിന്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നൾ കോംപ്ലിമെന്റ്. നൾ സെറ്റിൽ ഇല്ലാത്ത എല്ലാം എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ അതിന്റെ റിവേഴ്സ് ആലോചിച്ചാൽ മതി. യു കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് അതെന്താണ്? അല്ലെ. ഇനി കോംപ്ലിമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ജസ്റ്റ് ഒരേ ഓപ്പറേഷൻ തന്നെ അഗെയിൻ റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ അത് ഓപ്പറേഷൻ ഇല്ലാതായിരിക്കും അല്ലെ. അപ്പൊ എ തന്നെയാണ്, സെയിം സെറ്റ് തന്നെ കിട്ടും. ഇനി ലാസ്റ്റ് ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് നമുക്ക് ഇപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ വെൻ ഡയഗ്രം റെപ്രസെന്റ് ചെയ്യാനാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് നമുക്ക് ഈ സെറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ആവശ്യമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒരു 6 മെയിൻ ആയിട്ടുള്ള തന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും നമുക്ക് പ്രോബ്ലംസിലാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് റിസൾട്ട്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ എൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് ബി. അതായത് n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ആണ്. അപ്പൊ എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി നമുക്കറിയാം ബിയിൽ ഇല്ലാത്ത എലമെന്റ്സും എയിലുള്ളത്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നുള്ളത് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സെക്കൻഡ് വൺ എൻ ഓഫ് എ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് 2n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ ഡെൽറ്റ നമ്മളിപ്പോ പഠിച്ചു, സിമെട്രിക് ഡിഫറൻസ് ആണ് അല്ലെ. എ ആൻഡ് ബി തമ്മിലുള്ള സിമെട്രിക് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. നെക്സ്റ്റ് വൺ എൻ ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. Number of elements in exactly two of the sets A, B, C. അപ്പൊ A, B, C 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 സെറ്റിൽ എക്സാക്ട്ലി സെയിം നമ്പർ ഓഫ് എലമെന്റ്സ്, 2 സെറ്റ് ഒന്നെങ്കിൽ എ ആൻഡ് ബിയിൽ അല്ലെങ്കിൽ ബി ആൻഡ് സിയിൽ അല്ലെങ്കിൽ എ ആൻഡ് സിയിൽ അതിലത്തെ സെറ്റ് ഓഫ് എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോർമുലയാണ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എ മൈനസ് 3 times എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. The last one, number of elements in exactly one of the sets. നമ്മളിപ്പോ two of the sets A, B, C ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എക്സാക്ട്ലി ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയാണ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് ട്വൈസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് 3 times എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതിൽ ചില വാല്യൂസ് തന്നിട്ടുണ്ടാവും, ചിലത് നമുക്ക് കണ്ടുപിടിക്കാൻ തരും. അപ്പൊ ഏതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല അത് അപ്ലൈ ചെയ്യാൻ പറ്റും. താങ്ക് യു.